വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകൾ എത്ര മനോഹരമായിരിക്കുമല്ലേ. ദമ്പതികളുടെ ഒന്നിച്ചുള്ള യാത്രകൾ, പരസ്പരം പങ്കുവയ്ക്കുന്ന മനോഭാവം, ഉള്ള തുറന്നുള്ള സ്നേഹവും കരുതലും. പുറമെ നിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ അവരോട് അസൂയ തോന്നാം. എന്നാൽ മധുവിധു കാലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും ചില പൊരുത്തക്കേടുകളും പൊട്ടിത്തെറികളും ഉണ്ടാകാം. കൂടുതൽ അടുത്ത് കഴിയുമ്പോഴാണ് പലരുടെയും തനി സ്വഭാവം മനസ്സിലാകുന്നത്. ഭർത്താവിൻ്റെ ലൈംഗിക വൈകൃതം, ഭാര്യയുടെ മൂഡ് സ്വിങ്, ഇവർക്കിടയിലെ അവിശ്വസ്തതയും സംശയവും. ഇതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ ഒരു പ്രധാന വില്ലനാണ് മദ്യവും ലഹരിയും. ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം നിരവധി സ്ത്രീകളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. ഭാര്യയെ ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. ഇതുപോലെ തന്നെ അപകടകരമാണ് ഭർത്താവിൻ്റെ ലൈംഗിക വൈകൃതവും. ഈ കാലഘട്ടത്തിൽ വിവാഹമെന്ന് കേട്ടാൽ തന്നെ ചില പെൺകുട്ടികളുടെ ഉള്ളിൽ ഭീതിയാണ്. എറണാകുളം കോതമംഗലത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ദാമ്പത്യ തകർച്ചയുടെ ഇരകളായ 3 സ്ത്രീകളുടെ കണ്ണീർ കഥകൾ കേട്ടു. ആ കേസുകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും പല സ്വപ്നങ്ങളും പ്രതീക്ഷയും ഉണ്ടാകുമല്ലേ. ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. എന്നാൽ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിനിയായ ആ യുവതിക്ക് ദാമ്പത്യ ജീവിതമെന്നാൽ ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. അധ്യാപികയായ യുവതിയും ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഗ്ലോബൽ മാനേജറായ യുവാവും തമ്മിൽ ഏതാനും നാളുകൾക്ക് മുൻപാണ് വിവാഹം നടന്നത്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ലഹരി നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തി ഈ ദൃശ്യങ്ങൾ ടെലിഗ്രാം വഴി പ്രചരിപ്പിച്ച ഭർത്താവ് ഭക്ഷണത്തിലും പാനീയങ്ങളിലും ലഹരി കലർത്തി നൽകിയെന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ സംഭവത്തിൽ കൂത്താട്ടുകുളം പോലീസ് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നും ആരോപണമുണ്ട്. കൂത്താട്ടുകുളം സ്വദേശിയായ യുവതിയാണ് ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഭക്ഷണത്തിലും പാനീയങ്ങളിലും ഭർത്താവ് ലഹരിമരുന്ന് കലർത്തി നൽകിയെന്നാണ് യുവതിയുടെ പരാതി. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിൽ ലഹരിമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്നും യുവതി പറയുന്നു. കാഷ്വാലിറ്റി നിന്ന് പെയിൻ കില്ലർ തന്ന് കിടത്തി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞാണ് എൻ്റെ അമ്മയൊക്കെ ഫോണിൽ വിവരങ്ങൾ, ഞാൻ ഫോണിൽ ആദ്യം വിളിച്ച് പറഞ്ഞ അമ്മയായിരുന്നു. അപ്പം അമ്മ മണ്ണുത്തിയിൽ നിന്ന് വണ്ടി എടുത്ത് വന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്ത് നിന്ന് വന്നു. അങ്ങനെ അവരൊക്കെ ആശുപത്രിയിൽ നിന്ന് വന്നു. പിന്നെ ആശുപത്രിയിൽ നിന്ന് ഇൻഫർമേഷൻ പോലീസിന് കൊടുത്തതിന് ശേഷം അവർ മൊഴിയെടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് മൊഴിയെടുത്തു. അങ്ങനെയാണ് അന്ന് FIR ഇട്ടിട്ടുള്ളത്. ഇത്രയും മൃഗീയമായിട്ട് അത് സ്വന്തം ഭാര്യയെ അപ്പം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. മുന്നേ അയാൾ ഡിവോഴ്സ് ചെയ്തതിൻ്റെ ഒക്കെ കാര്യം ഇതുപോലെ ആക്രമണങ്ങൾ തന്നെയായിരുന്നു മുൻ ഭാര്യമാർക്കും ഉണ്ടായത്. അയാളുടെ 3ാമത്തെ വിവാഹമാണ്. പക്ഷെ അതിനിടയിലും ഒരുപാട് പെണ്ണുങ്ങൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഇതേ രീതിയിൽ അയാൾ ഒഴിവാക്കിയായിരുന്നു. അതായത് ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ടായതിനു ശേഷം ഇങ്ങനെ കല്യാണം എന്നുള്ള രീതിയിൽ പെട്ടുപോയത്. മറ്റുള്ളവർ രക്ഷപ്പെട്ടു, മറ്റുള്ള പെണ്ണുങ്ങൾക്ക്. ഭർത്താവിൽ നിന്ന് നേരിട്ട ലൈംഗിക പീഡനവും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും കൂത്താട്ടുകുളം പോലീസ് കടുത്ത വകുപ്പുകൾ ചുമത്തിയില്ല എന്നാണ് പരാതി. ജാമ്യം ലഭിക്കാവുന്ന സാധാരണ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്നും കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് ലഹരിമരുന്നിന് അടിമയായിരുന്നുവെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഭാര്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നുമാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന്റെ നടപടിയിൽ തൃപ്തരല്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരിയും കുടുംബവും ജില്ലാ പോലീസ് മേധാവിയെയും വനിതാ കമ്മീഷനെയും സമീപിച്ചു. ഗുരുതരമായ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തി നടപടി സ്വീകരിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം കേസ് കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ് കൂത്താട്ടുകുളം SI പ്രിൻസി പ്രതികരിച്ചത്. പരാതിക്കാരിക്ക് വേണ്ട എല്ലാ സഹായവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും SI വ്യക്തമാക്കി. അവർ മൊഴി വായിച്ചു നോക്കി ചെല്ലുമ്പോൾ ഒപ്പിട്ടേക്കുന്നതാണ്. അവർക്ക് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് വരിക, അവർക്ക് മൊഴി പറയാൻ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എങ്ങനെ പറയുന്നു അവരുടെ രീതിയിൽ നമുക്ക് അവർക്ക് അവരുടെ ഹസ്ബൻഡിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മൊഴി പറയാം. നമ്മൾ അതനുസരിച്ചിട്ട് അവരുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്നത് കേട്ടോ.
ന്യൂസ് 18 കൊച്ചി. മക്കളുടെ മുന്നിൽ മാതാപിതാക്കൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹപ്രകടനം കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കുട്ടികൾ സ്നേഹം കണ്ടു വളരട്ടെ. പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് ലൈംഗികത ആസ്വദിക്കുന്നത് ഒരുതരം വൈകൃതമാണ്. 4 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അത് വല്ലാത്തൊരു ട്രോമയായിരിക്കും. കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ വെബ്സൈറ്റുകൾക്ക് വിറ്റ യുവാവ് ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിച്ചത് മകളുടെ മുന്നിൽ വെച്ചാണ്. സംഭവത്തിൽ ഭർത്താവിനെതിരെ പോക്സോ വകുപ്പ് കൂടി ചുമത്തണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് യുവതി. അതിനിടെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ CWC പോലീസിന് നിർദ്ദേശം നൽകി. ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് വെബ്സൈറ്റുകൾക്ക് വിറ്റെന്ന പരാതിയിലാണ് CWC ഇടപെടൽ. 4 വയസ്സുള്ള മകളുടെ മുന്നിൽ പ്രതി ലൈംഗിക വൈകൃതം കാണിച്ചിരുന്നുവെന്ന് അമ്മയുടെ പരാതി. കുട്ടിക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ കൗൺസിലിംഗ് നൽകി മൊഴി രേഖപ്പെടുത്താനാണ് നിർദ്ദേശം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും പോക്സോ ചുമത്തി കേസെടുക്കണമോ എന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവതി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ദൃശ്യങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്നും അന്വേഷണം SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടും. കേസിൽ പ്രതിക്കായുള്ള അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊല്ലം. 9 മാസം വയറ്റിൽ ചുമന്ന, വേദന സഹിച്ചു ജന്മം നൽകിയ, വിശന്നപ്പോൾ ഭക്ഷണം മാറ്റിവെച്ച് മക്കളെ ഊട്ടിയ, രാത്രികളിൽ ഉറങ്ങാതെ കാത്തിരുന്ന നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ പേരാണ് അമ്മ. എന്നാൽ ഇവിടെ പണത്തിനും സ്വത്തിനും ലഹരിക്കും വേണ്ടി പെറ്റമ്മയുടെ ജീവനെടുക്കുന്ന മക്കളുണ്ട്. നിസ്സാരമായ തർക്കങ്ങളിൽ പോലും അമ്മയെ കൊലപ്പെടുത്തുന്നവർ. പത്തനംതിട്ട കടപ്പുറയിൽ അമ്മയെ കൊലപ്പെടുത്തിയത് മകനും പെൺസുഹൃത്തും ചേർന്നാണ്. കേസിൽ കടപ്പുറ സ്വദേശി ടിജോ തോമസിനെയും ശക്തികുളങ്ങര സ്വദേശി റിൻസിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ടിജോ അമ്മ പൊന്നമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് കേസ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസിന്റെ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. തിങ്കളാഴ്ചയാണ് പൊന്നമ്മ തോമസിനെ മരിച്ച നിലയിൽ കുമ്പനാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. മരണത്തിലെ പോലീസിന്റെ സംശയങ്ങളാണ് കേസിൽ വഴിത്തിരിവായത്. മൃതദേഹത്തിലുണ്ടായിരുന്ന പരിക്കുകളും സംശയം ബലപ്പെടുത്തി. സംശയങ്ങൾ ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPSനെ അറിയിച്ചപ്പോൾ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായത്. പൊന്നമ്മ തോമസിനൊപ്പമാണ് മകൻ ഡിജോ തോമസും താമസിച്ചിരുന്നത്. ഭാര്യയുമായി അകന്നു കഴിഞ്ഞിരുന്ന ഡിജോ തോമസ് ശക്തികുളങ്ങര സ്വദേശിയായ റിൻസിമോളും ഒന്നിച്ചാണ് കുറെ കാലമായി വീട്ടിൽ താമസിച്ചിരുന്നത്. സംഭവ ദിവസം ഡിജോ തോമസും റിൻസിമോളും തമ്മിലുള്ള തർക്കത്തിൽ പൊന്നമ്മ തോമസ് ഇടപെട്ടതാണ് കൊലപാതകത്തിന് കാരണം. തർക്കത്തിലിടപെട്ട പൊന്നമ്മ തോമസിനെ ഡിജോ തോമസ് ക്രൂരമായി മർദ്ദിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവം സാധാരണ മരണമാക്കി മാറ്റുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. പോലീസിന്റെ അവസരോചിതമായ ഇടപെടലിലാണ് പൊന്നമ്മയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. മലപ്പുറം തിരൂർ പടിഞ്ഞാറക്കരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ ഹുസൈനും ഭാര്യ ഫൈസിയയ്ക്കും എന്താണ് സംഭവിച്ചത്? ദമ്പതിമാരിൽ യുവതിയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം തിരൂർ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. നങ്കൂരത്തിൽ ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം. സംഭവം കൊലപാതകമാണോ എന്നാണ് സംശയിക്കുന്നത്. ഭർത്താവ് ഹുസൈനു വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ബുധനാഴ്ച രാത്രിയോടെയാണ് ഇരുവരെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ നടക്കിയ തിരോധാനമാണ് ഇപ്പോൾ കൊലപാതകമെന്ന സംശയത്തിലേക്ക് വഴിമാറുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് അണ്ടിപ്പട്ടിൽ ഹുസൈനെയും ഭാര്യ ഫൗസിയെയും കാണാതാവുന്നത്. രാത്രി വൈകി ഹുസൈൻ ഫൗസിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടു പോവുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇവരെയും കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ തിരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പടിഞ്ഞാറേക്കര തിരൂർ പുഴയിൽ മത്സ്യബന്ധനത്തിനായി പോവുകയായിരുന്ന
സമർഖന്ദ് എന്ന ബോട്ടിലെ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. യാത്ര തിരിക്കാനായി ബോട്ടിന് നങ്കൂരം വലിച്ചുയർത്തുമ്പോൾ ഭാരമുള്ള ഒരു ചാക്കുകെട്ട് നങ്കൂരത്തിൽ കുടുങ്ങുകയായിരുന്നു. തുറന്നു നോക്കിയപ്പോഴാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. നങ്കൂരത്തിൽ കെട്ടി പുഴയിൽ താഴ്ത്തിയ നിലയിലായിരുന്നു ഈ ചാക്കുകെട്ട്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി. ഫോറൻസിക് വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചു. കാണാതായ ഫൗസിയുടേതാണ് മൃതദേഹമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭാര്യയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയ ശേഷം കാണാതായ ഭർത്താവ് ഹുസൈനു വേണ്ടിയുള്ള തെരച്ചിലും തിരൂർ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഭാര്യ ആരോടാണ് സംസാരിച്ചത്? ഫോണിൽ ആരാണ് വിളിച്ചത്? സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? ഭാര്യയെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ചില പുരുഷന്മാരുണ്ട്. ആദ്യമൊക്കെ സ്നേഹത്തിൻ്റെ പേരിലുള്ള ചോദ്യങ്ങളായിരിക്കും, പിന്നീട് അത് സംശയമായി മാറാം. സ്വന്തം സുഹൃത്തുക്കളെ പോലും സംശയിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പത്തനംതിട്ട കുളനടയിൽ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ആളെക്കുറിച്ചാണ് പറയുന്നത്. കുളനട സ്വദേശി രാജപ്പനാണ് സുഹൃത്തിൻ്റെ തലയ്ക്ക് വെട്ടിയത്. പന്തളം ടൗണിലെ ബാറിൽ വെച്ച് ആങ്ങമൂഴി സ്വദേശിയെ ആക്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്തളം ടൗണിലെ ബാറിൽ വെച്ചായിരുന്നു ആക്രമണം. പ്രതി രാജപ്പന്റെ ഭാര്യയുമായി സുഹൃത്തിന് ബന്ധമുണ്ടെന്ന സംശയമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ചാണ് ആങ്ങമൂഴി സ്വദേശിയായ സുഹൃത്തിനെ ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ചത്. ബാർ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പന്തളം പോലീസ് അധികം വൈകാതെ പ്രതി രാജപ്പനെ പിടികൂടുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. ആലപ്പുഴ കരുവാറ്റ കൊലപാതക കേസിൽ മുഖ്യ ആസൂത്രകയായ 13-കാരി പോലീസിനോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണോ? കൊല്ലപ്പെട്ട ശിവൻകുട്ടി മോശമായി പെരുമാറിയെന്ന മൊഴിയിൽ തുടക്കത്തിൽ തന്നെ ചില സംശയങ്ങൾ തോന്നിയതാണ്. ഇപ്പോൾ CWC നടത്തിയ കൗൺസിലിംഗിൽ ശിവൻകുട്ടിക്കെതിരെ അവൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. തന്നോട് മോശമായി പെരുമാറിയ വിവരമറിഞ്ഞ അച്ഛനാകും ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പിടിക്കപ്പെട്ട വേളയിൽ പോലീസിനോട് പെൺകുട്ടി പറഞ്ഞത്. പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നും ആരാണത് അവർക്ക് കൊടുത്തിരുന്നതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ പെൺകുട്ടി പറഞ്ഞ കഥകളിൽ ഒന്നായിരുന്നു വയോധികൻ തന്നോട് മോശമായി പെരുമാറിയെന്നും അതറിഞ്ഞ അച്ഛനാകും കൊലപ്പെടുത്തിയത് എന്നും. ഇത് കേട്ട അന്വേഷണ സംഘം തന്നെ ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്നാൽ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായി. അതിനാൽ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നറിയാൻ തുടർ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നും അന്വേഷണ സംഘം തീരുമാനിച്ചു. കോഴിക്കോട്ടെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയ പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൗൺസിലർമാർ കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നു. എന്നാൽ ശിവൻകുട്ടിക്കെതിരെ 13-കാരി ഉന്നയിച്ച ആരോപണങ്ങളൊന്നും അവർക്ക് മുന്നിൽ പറഞ്ഞില്ല. മാത്രവുമല്ല, തനിക്കെതിരെ മറ്റെവിടെ നിന്നും അത്തരമൊരു മോശം പെരുമാറ്റം ഉണ്ടായതായി പരാമർശിക്കുക പോലും ചെയ്തില്ല. അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ആവർത്തിച്ച നിരവധി കള്ളക്കഥകളിൽ ഒന്നായി മാത്രമാണ് പോലീസ് ഇപ്പോൾ ശിവൻകുട്ടിക്കെതിരായ ആരോപണത്തെ കാണുന്നത്. ചോദ്യം ചെയ്യൽ ഘട്ടത്തിൽ ഒരിക്കൽ പോലും കുറ്റബോധം പോലും കാണിക്കാത്ത കൗമാരക്കാരുടെ രീതികൾ വിചിത്രമായാണ് പോലീസ് കാണുന്നത്. നിലവിൽ കൗൺസിലിംഗ് നടത്തിയെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടുന്ന ബോർഡ് രൂപീകരിച്ച് ഇനിയും പ്രതികളോട് സംസാരിക്കാനാണ് തീരുമാനം. ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്യാൻ നൽകിയ കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച കോടതി പരിഗണിക്കും. ന്യൂസ് 18 ആലപ്പുഴ. സ്കൂളുകളും ക്യാമ്പസുകളും പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളാണ്. സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ ഒട്ടേറെ കുട്ടികളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. റാഗിങ്ങിൻ്റെ ഇരകളാകുന്നവർ ഇപ്പോൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് വീണ്ടും റാഗിങ് ആക്രമണത്തെക്കുറിച്ച് കേട്ടു. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ പറഞ്ഞ് +1 വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുകയും
ബാത്റൂമിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതാണ് പരാതി. മർദ്ദനമേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണ്ണാർക്കാട് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ സീനിയർ വിദ്യാർത്ഥികളായ 13ഓളം പേർ ചേർന്ന് +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായാണ് പരാതി. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറഞ്ഞായിരുന്നു മർദ്ദനം. തനിയെ ബട്ടൺസ് ഇടാമെന്ന് പറഞ്ഞപ്പോൾ പ്രകോപിതരായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറയുന്നു. റാഗിംഗ് സ്റ്റാഫ് റൂമിൽ പറഞ്ഞാൽ തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി പറഞ്ഞു. റാഗിങ്ങിന്റെ പേരിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. സീനിയേഴ്സ് പ്രത്യേകം ബട്ടൺസ് ഇടാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദേഹത്തോട്ടുണ്ട്. ഞാൻ മര്യാദക്ക് പറഞ്ഞ ഞാൻ ഡയലോഗ് പറഞ്ഞു. അതിൽ ഇവര് എന്താ കിട്ടാ പറഞ്ഞിട്ട് കഴുത്തുമ്മക്ക് ഒരടി വന്നു. അതിൽ ഞാൻ വീണപ്പോ ബാക്കിയുള്ള 10 ആൾക്കാർ ഫുള്ള് വന്ന് അടിക്കണ്ടായി. ഇവര് കുറെ ആൾക്കാരുണ്ടാവും. കണ്ടറിയുന്ന 3 ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളവരെ കണ്ടറിയും, തിരിച്ചറിയും. പക്ഷെ വീണേക്ക് മങ്ങലായിരുന്നു, കണ്ണൊക്കെ പാടെ മങ്ങി. ഇതിന്റെ മുമ്പ് 3-4 പ്രാവശ്യം റാഗിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വലിയ പ്രശ്നമാക്കണ്ട എഴുതിയിട്ട് പ്രതികരിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യം അടിക്കണ്ടായി, നല്ല അടിക്കണ്ടായി. 10 ആൾക്കാർ കൂടെ അടിച്ചു. ആകെ അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥയിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് തിരുവായോട്. മണ്ണാർക്കാട് കൂട്ടിലക്കടവ് കരിമ്പനോട് സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഇയാൾ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടി അവശനായി കിടക്കുന്നത് കണ്ട് വീട്ടുകാർ വിവരം തിരക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കു ശേഷം 2-ന് ബാത്റൂമിൽ പോയ സമയത്തായിരുന്നു മർദ്ദനമെന്നും നേരത്തെയും ഇവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥി തിരുവാഴിയോട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങിയ +1 വിദ്യാർത്ഥികളോട് പോസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പോസ്റ്റ് ഇടരുതെന്ന് ആദ്യം പറഞ്ഞിരിക്കണു. അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, പോസ്റ്റ് അത് ഇപ്പോൾ ഡിലീറ്റ് ആയിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഓരോരുത്തരും വന്ന് തല്ലും. ഇപ്പം ഞങ്ങളെ പ്രശ്നം കഴിഞ്ഞിരിക്കണു. ഇനി നാളെ നിങ്ങൾ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആയിക്കോ. പറയണേ കേട്ടോ, ഞാനിപ്പോൾ നേരം പോലെ പറയണത്. അവിടെ വന്ന് എങ്ങനെ ഇവിടെ സംസാരിക്കാം. ന്യൂസ് 18 പാലക്കാട്. മദ്യലഹരിയിൽ നിയമം കാക്കേണ്ട പോലീസിനെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുന്ന ചില ആളുകളെ കാണാറില്ലേ? ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്നത് ജനപ്രതിനിധികളാണെങ്കിലോ? ഇതൊക്കെ ജനപ്രതിനിധിയുടെ അധികാര പരിധിയിൽ വരുന്നതാണോ? ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തത് നിയമത്തിന് മുകളിൽ ഇരിക്കാൻ വേണ്ടിയല്ല, നിയമത്തെ ബഹുമാനിക്കാനും ജനങ്ങൾക്ക് മാതൃകയാകാനുമാണ്. കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ മദ്യലഹരിയിലെത്തിയ പഞ്ചായത്ത് മെമ്പർ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. നടു റോഡിൽ വാഹനം നിർത്തി ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് ചോദ്യം ചെയ്തതോടെയാണ് തർക്കം തുടങ്ങിയത്. പിന്നാലെ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് CPM പ്രാദേശിക നേതാവ് മനു മത്തായി രംഗത്തെത്തുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ പേര് മനു മത്തായി, വാർഡ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ. നമ്മൾ ദേശവിടി ഒരു വണ്ടി ബ്ലോക്ക് ഒന്നുമല്ല, ഇവിടെ ബ്ലോക്ക് ഒന്നുമല്ല, ഇവിടെ പിരിവ്. ഇവിടെ പിരിക്കണോ? എന്റെ വീഡിയോ കാണിക്കണോ? വീഡിയോ കാണിക്കാമല്ലോ സാറേ. നാളെ മുതല് ഇവിടെ വിഷയം ഉണ്ടാകും. വേറെ കാര്യമൊന്നുമില്ല. ഞാൻ വീഡിയോ എന്താ എടുക്കുന്നത്? എന്ത് വീഡിയോ എടുക്കുന്നത്? ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങൾ ദിസ് ഈസ് അവർ ഓഫീസ്. ഗതാഗത തടസ്സമുണ്ടാക്കരുതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം രൂക്ഷമായത്. എന്റെ പേര് മനു മത്തായി എന്നാണെന്നും ഇത് ഞാൻ പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെയും മനു മത്തായി ചോദ്യം ചെയ്തു. അല്ല സാറേ, ഇവരെ എന്റെ വീഡിയോ എടുത്തിട്ട് ഈ പഞ്ചായത്ത് മെമ്പറെ എന്റെ വീഡിയോ എടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കാനാണെങ്കിൽ സാറേ ഇത് നടക്കത്തില്ല സാറേ. ഇവിടെ സാറേ 5 കിലോ കഞ്ചാവ് സാറ് നിങ്ങൾ പിടിച്ചു സാറേ. ഇവരെന്തിനാ സാറേ പിടിക്കുന്നത്? ഇവിടെ? എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച മനു മത്തായി
ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരുടെ പണപ്പിരിവിനെയാണ് താൻ ചോദ്യം ചെയ്തതെന്ന് പ്രതികരിച്ചു. കാരണം ഇവിടെ ഈ കഞ്ചാവും മറ്റു സാധനങ്ങളെല്ലാം ഈ മലക്കറി വണ്ടി അല്ലാത്ത വണ്ടിയിൽ ഇവർ പൈസ മേടിച്ചിട്ടാണ് ഇവർ വണ്ടി കടത്തി വിടുന്നത്. കാരണം ഇവർക്കെല്ലാം ഇപ്പൊ മാസപ്പടി എല്ലാ ഈ പറയുന്ന മലക്കറി വണ്ടി അതേപോലുള്ള മറ്റു പാല് വണ്ടി എല്ലാ വണ്ടിയിൽ നിന്ന് മാസപ്പടി മേടിച്ചാണ് ലഹരി പദാർത്ഥങ്ങൾ ഉദ്യോഗസ്ഥരുടെ മെയിൻ ഒരു അഴിഞ്ഞാട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ആര്യങ്കാവിലെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ. അതിനെ ചോദ്യം ചെയ്തതിനെതിരെയാണ് എനിക്കെതിരെ അവർ കേസ് പോലും എടുത്തിട്ടില്ല, തെമ്മൽ സ്റ്റേഷൻ കേസ് എടുത്തിട്ടില്ല. ഞാൻ മദ്യപിച്ചത് ഇവർ പറയുന്നു, എന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടില്ല. യാതൊരു ഇതില്ലാതെ എന്നെയും എന്റെ പാർട്ടിയെയും വ്യക്തിഗത ചെയ്യുന്ന രീതിയിലാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമിതമായി പിരിവാണ് നടക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തതിനെതിരെയാണ് ഇവരിപ്പോൾ ന്യൂസ് എനിക്കെതിരെ കൊടുത്തിരിക്കുന്നത്. സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ചെക്ക് പോസ്റ്റിലെ പണപ്പിരിവ് സംബന്ധിച്ച ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് പഞ്ചായത്ത് മെമ്പർ. അല്ല എന്റെ വീഡിയോ എടുത്തിട്ട് ഇവിടെ വിഷയം ഉണ്ടാക്കുന്നെങ്കിൽ സാറേ എന്റെ കാറ് നാളെ ഈ റോഡിൽ കിടക്കും. സാറേ ഇത്രയും പിള്ളേരെ ഓക്കെ ഇപ്പോഴേ നിന്നോ സാറേ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ സാറേ ഞാൻ പറഞ്ഞേ ഇവിടെ 5 കിലോ കഞ്ചാവ് അല്ല ഇവിടെ നിങ്ങൾ ബോധിപ്പിച്ച് നാളെ എന്റെ വണ്ടി ഇവിടെ കിടക്കും. ന്യൂസ് 18 കൊല്ലം. നമ്മുടെ നാട് ഓണാഘോഷത്തിന്റെ ലഹരിയിലാണല്ലേ. സ്കൂളുകളിലും കോളേജുകളിലും ആഘോഷമൊക്കെ കഴിഞ്ഞു. ഇനി നാട്ടുംപുറങ്ങളിൽ ഓണമാണ്. എന്നാൽ ഇവിടെ ആഘോഷത്തിൻ്റെ മറവിൽ ലഹരി ഇടപാട് നടക്കുന്നത് ഗൗരവത്തോടെ കാണണം. മലപ്പുറം കൊണ്ടോട്ടിയിലെ കോളേജ് ഓണാഘോഷ പരിപാടിക്കിടെ MDMA പിടികൂടി. വിദ്യാർത്ഥികളെത്തിയ കാറിൽ നിന്നാണ് എക്സൈസ് സംഘം മയക്കുമരുന്ന് കണ്ടെടുത്തത്. മലപ്പുറം വളാഞ്ചേരിയിലും വൻ ലഹരി വേട്ട നടന്നു. വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ MDMAയും കഞ്ചാവും കോടികൾ വിലമതിക്കുന്ന 3 കിലോ തിമിംഗല ഛർദിയും പോലീസ് പിടിച്ചെടുത്തു. പാലക്കാട് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMAയുമായി യുവാവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊണ്ടോട്ടിയിലെ സ്വകാര്യ സ്വാശ്രയ കോളേജിൽ ഓണാഘോഷത്തിനെത്തിയ വിദ്യാർത്ഥികളുടെ കാറിൽ നിന്നാണ് 1 ഗ്രാം MDMA മലപ്പുറം എക്സൈസ് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടിയത്. കോളേജിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തേക്ക് എക്സൈസ് വാഹനം എത്തുന്നത് കണ്ട് അതിലുണ്ടായിരുന്ന 3 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരിമരുന്ന് കണ്ടെടുത്തതോടെ വാഹനം എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കണ്ടാലറിയാവുന്ന 3 വിദ്യാർത്ഥികളെ പ്രതി ചേർത്ത് എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളാഞ്ചേരിയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 43 ഗ്രാം MDMAയും 4 കിലോയിലധികം കഞ്ചാവും പിടികൂടി. ഇതിനൊപ്പം കോടികൾ വിലമതിക്കുന്ന 3 കിലോ തിമിംഗല ഛർദിയും പോലീസ് കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണി സ്വദേശി കല്ലൻ നാസർ, ലക്ഷദ്വീപ് സ്വദേശികളായ മുഹമ്മദ് റാഷിദ്, ഹുസ്നി മുബാറക് എന്നിവർ പിടിയിലായി. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെയും തിമിംഗല ഛർദിയുടെയും ഉറവിടം കണ്ടെത്താൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 24.4 ഗ്രാം MDMAയുമായി യുവാവ് പാലക്കാട് പിടിയിലായി. കുഴൽമന്ദം തൊടുകാട് സന്തോഷാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി വടക്കാഞ്ചേരി 5 മൂർത്തിമംഗലം സർവീസ് റോഡിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം, പാലക്കാട്. കല്യാണത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോഴത്തെ പിള്ളേരോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. പുതിയ തലമുറയ്ക്ക് വിവാഹത്തോടെ എതിർപ്പുണ്ടാകില്ല. പക്ഷേ കല്യാണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അമ്മമാരുടെ ദുരിത ജീവിതം നേരിൽ കണ്ടു വളർന്നവരാണ്. ദാമ്പത്യ തകർച്ചയെക്കുറിച്ചും ഭർതൃപീഡനത്തെക്കുറിച്ചും കുറെ കേട്ടവരാണ്. പഠിക്കാൻ കഴിയാത്തതിൻ്റെ, സ്വന്തമായി വരുമാനമില്ലാത്തതിൻ്റെ, അടിച്ചമർത്തപ്പെട്ടതിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട്. വിവാഹത്തിന് മുൻപ് ചിരിച്ചും സ്വപ്നം കണ്ടും നടന്നവർ
പിന്നീട് സ്വന്തം ഇഷ്ടങ്ങൾ പോലും തുറന്നു പറയാൻ മടിക്കുന്നവർ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ സ്വന്തം സന്തോഷം മറന്നുപോകുന്നവർ, വിട്ടുവീഴ്ചകൾ ചെയ്യാനും സഹിക്കാനും വിധിക്കപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്: എന്തിനാണ് വിവാഹം? അതെൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് നൽകുന്നത്? ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനറിയാം, സമ്പാദിക്കാനറിയാം, സ്വന്തമായി തീരുമാനമെടുക്കാനറിയാം. അവർക്കൊരു ബന്ധം ആവശ്യമായി വരുന്നത് വെറുതെ ജീവിതം തള്ളി നീക്കാനല്ല, മറിച്ച് ജീവിതം കൂടുതൽ മനോഹരമാക്കാനാണ്. ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് ഭർത്താവിനെ മാത്രമല്ല, അവളെ സ്നേഹിക്കുന്ന, കേൾക്കുന്ന, ബഹുമാനിക്കുന്ന, സങ്കടങ്ങളിൽ ഒപ്പം നിൽക്കുന്ന ഒരാളെയാണ്. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പങ്കുവെച്ചുമുള്ള ദാമ്പത്യ ജീവിതം വളരെ മനോഹരമാണെന്ന്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.